അവസാനം നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന രണ്ട് ബൈനറി ഉണ്ടാക്കി. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ വേഗം ഓർമ്മ വരിക, നിസ്കരിക്കും, നോമ്പോൽക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ല. അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ചീത്ത മുസ്ലിങ്ങളാണ്. നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഒഴിക്കുന്ന വെള്ളം പോലെ, അത് ഏത് പാത്രത്തിൽ ഒഴിച്ചോ അതിൻ്റെ ആകൃതിയാണ് അതിനുണ്ടാവുക. അതേപോലെ ഏത് സ്ഥലത്ത് ചെന്നോ അതിനനുസരിച്ച് മെയ്വഴക്കത്തോടുകൂടി പെരുമാറുന്നവരാണ് ഇനി നല്ല മുസ്ലിങ്ങൾ. സിനിമയിൽ ഒരു സമയത്ത് അഭിനയിക്കുന്നു, വിവസ്ത്രരായി വരെ അഭിനയിക്കുന്നു. അതേ വ്യക്തി തന്നെ പള്ളിയിൽ പർദ്ദയിട്ട് മഫ്തയിട്ട് വളരെ ഗംഭീരമായി വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു, തൊപ്പിയിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് DJ പാർട്ടിയിൽ നിറഞ്ഞാടുന്നു, മറുഭാഗത്ത് മതത്തിൻ്റെ വേദിയിൽ വളരെ ഭക്തിയോടുകൂടി വന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം ഒരുമിപ്പിച്ച് നിർത്തി ഒരേ സ്ക്രീനിൽ വെച്ച് ഇങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിം. ഈ മുസ്ലിമാണ് നല്ല മുസ്ലിം. അല്ലാതെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മാറില്ല, എൻ്റെ പ്രവാചകൻ ഹറാമാക്കിയത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് കുടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേരാണ് ബാഡ് മുസ്ലിം എന്ന്. ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ നമ്മൾ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഞാൻ ബാഡ് മുസ്ലിം ആവണോ, ഞാൻ നല്ല മുസ്ലിം ആകണോ എന്ന് തീരുമാനിക്കാൻ പലപ്പോഴും നിർബന്ധിതരായി മാറുകയാണ്. അവസാനം ഇതെത്തുക ഒരു മതരഹിത സമൂഹ നിർമ്മിതിയിലായിരിക്കും. അതിൻ്റെ പിന്നിൽ കമ്പോള താല്പര്യങ്ങളുണ്ട്. ഈ ആഭാസ വിവാഹങ്ങളും ആഘോഷത്വരയും നൈറ്റ് ലൈഫും അതുപോലെ തന്നെ സോളോ ട്രിപ്പുകളും സ്റ്റേറ്റ് അതുപോലെ ഗെറ്റ് ടുഗദറുകളും പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ആ ഒരു അഭിവാഞ്യയും ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.